എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഓരോ പോയിൻറ്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുമായിട്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായി ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന എൻ്റെ നോളജാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നവരാണെങ്കിലും അതല്ല കുറേ നാളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നതിൽ ഏകദേശം 100-ൽ ഒരു 98% അല്ലെങ്കിൽ 95%-ലും അധികം ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് ലോസ് ജനറേറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം ഒരു 4-5% ആൾക്കാർ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുള്ളൂ. അതിൻ്റെ അകത്ത് തന്നെ നിസ്സാരമായിട്ട് 1-2% ആൾക്കാർ മാത്രമാണ് വലിയൊരു പ്രോഫിറ്റ്, അമേസിങ് പ്രോഫിറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ അതിന് പിന്നിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ, ബാക്കെൻഡിലുള്ള ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ പോയിൻറ്സും ഒന്നിലധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺഫാൾ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എങ്ങനെ ഡൗൺഫാൾ ഹാൻഡിൽ ചെയ്യാം എന്ന് നമുക്ക് നേരത്തെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഡൗൺഫാൾ? അപ്പോൾ ഞാനിപ്പോൾ നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 50 കമ്പനികളുടെ ഒരു ആവറേജ് എല്ലാം കൂടെ കമ്പയർ ചെയ്ത് അതിൻ്റെ ഒരു ആവറേജാണ് നിഫ്റ്റി എന്ന ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിലും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനലൈസ് ചെയ്യണമെങ്കിൽ നിഫ്റ്റിയുടെ ഇൻഡെക്സ് അനലൈസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇത് നമ്മുടെ 2008-ലെ വലിയൊരു കറക്ഷനാണ് മാർക്കറ്റിൽ. അതുപോലെ തന്നെ ഇത് കൊറോണയിലെ വലിയൊരു ക്രാഷാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് 2019 കാലഘട്ടത്തിൽ നമുക്ക് ഏകദേശം 12,000-12,500 റീജിയനിലായിരുന്നു നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 2020 വന്നപ്പോഴത്തേനും അത് നേരെ കുറഞ്ഞ് 7,500-8,000 എന്ന പ്രൈസിലേക്ക് വന്നിരിക്കുന്നു. അപ്പം ഇവിടെ ഇത്രയും വലിയൊരു, അതായത് നമുക്ക് ഏകദേശം ഒരു 40% കറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ 40% ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിലെ ഈ ഒരു റീജിയൻ ഹാൻഡിൽ ചെയ്തവർ എങ്ങനെ പ്രോഫിറ്റിലേക്ക് പോയി, അതല്ല ഹാൻഡിൽ ചെയ്യാത്തവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റീജിയനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു 2008 റീജിയനിൽ 6,000 എന്ന റീജിയനിലായിരുന്നു നിഫ്റ്റിയുടെ പ്രൈസ്. അതിനുശേഷം അത് വന്ന് 2,800, 2,700, 2,500 എന്ന ഏകദേശം ഒരു സോണിലേക്ക് വന്നു. അതായത് ഒരു 50% താഴേക്ക് നിഫ്റ്റി വന്നു. അപ്പം അങ്ങനെയുള്ള ഡൗൺഫാളുകൾ സംഭവിക്കുമ്പം അവിടെ എന്ത് സംഭവിക്കുന്നു, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഒരിക്കലും നേരെ മുകളിലേക്കല്ല പോകുന്നത്. അങ്ങനെ നേരെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് എപ്പോഴാണെങ്കിലും എൻട്രി എടുത്തിട്ട് നമുക്ക് പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാവരും പ്രോഫിറ്റബിൾ ആകാനെ. അതല്ല, പക്ഷേ എന്തുകൊണ്ടും 98% ആൾക്കാർ ലോസിൽ ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മാറിപ്പോകുന്നു. അതിന് കാരണങ്ങളുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഡൗൺഫോളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നമുക്ക് സ്റ്റോക്കിൻ്റെ ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസിൻ്റെ ഓൾ ടൈം ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്, ഈ ഒരു സ്റ്റോക്ക് ഏകദേശം 4 രൂപ 5 രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഹൈ എത്രയാണ്, 8,198 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഏകദേശം ഒരു അമേസിങ് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ തൊട്ടിൽ ഏകദേശം ഒരു 10-20 വർഷത്തെ കാലയളവിലുള്ള ഈ ഒരു സ്റ്റോക്കാണ്. നമുക്ക് പറയാം, ഏകദേശം നോക്കുകയാണെങ്കിൽ നമുക്ക് 2006 നിന്ന് 2024 ഏകദേശം 10-18 വർഷം കൊണ്ട് അമേസിങ് റിട്ടേൺ, ചിന്തിക്കാൻ പോലും പറ്റില്ലാത്ത റിട്ടേൺ ഈ ഒരു സ്റ്റോക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് എടുത്തവർ വളരെ കുറവായിരിക്കും. സ്റ്റോക്ക് മൂവ് ചെയ്തു, അത് നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കാണാൻ നല്ല രസമാണ്. പക്ഷേ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് എൻട്രി എടുത്ത് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കൊറോണയുടെ ക്രാഷ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊറോണയുടെ ക്രാഷിൽ നമ്മൾ എക്സിറ്റ് ആയിരുന്നെങ്കിൽ അതിൻ്റെ പ്രൈസ് 4,000, 5,000 എന്ന റീജിയനിൽ നിന്ന് അത് 2,300 എന്ന റീജിയനിലേക്ക് വന്നു. 50% നമുക്ക് ഡൗൺ ആയി പോയത്. അപ്പം ആ ഒരു സിറ്റുവേഷനിലും അത് ഹാൻഡിൽ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രോങ് ആയിട്ട് ചേർത്ത് പിടിച്ചവർക്ക് മാത്രമാണ് ഇത്രയും വലിയൊരു അമേസിങ് റിട്ടേൺ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കല്ല, നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും കാണാൻ സാധിക്കും കണ്ടോ, ഒരു സ്റ്റോക്ക് 77 എന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 1443-ലാണ്.
1757 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതും ഒരു അമേസിങ് ഓൾ ടൈം. ഇങ്ങനെയുള്ള റിട്ടേൺ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണ്, അവർ ഡൗൺഫാൾ ഹാൻഡിൽ ചെയ്ത് അതിൻ്റെ അകത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി, ആ സ്റ്റോക്കിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിൻ്റെ അകത്ത് ഉറച്ച് നിലനിന്നവർ മാത്രമാണ് ഇത്രയും വലിയൊരു റിട്ടേൺ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു സ്റ്റോക്കും ഈ ഒരു കൊറോണയുടെ ക്രാഷിൽ ഇത്രയും താഴെ വന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? മാർക്കറ്റിൽ ക്രാഷുകൾ സംഭവിക്കുന്നതാണ്. ഒരു 5-8 വർഷത്തിനുള്ളിൽ നമുക്ക്, അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ഇനിയും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമ്പം, അതിപ്പോൾ 5 വർഷമൊന്നുമില്ല, അതിന് മുമ്പായിട്ടാണെങ്കിലും ക്രാഷസ് ഉണ്ടാകാം. പക്ഷേ ക്രാഷസ് ഉണ്ടാകുന്ന സമയത്തും ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് ആണ് കറക്ഷനിൽ വീഴുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്സ് ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വീണ്ടും എൻട്രീസ് എടുത്ത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇത്രയും നല്ല അമേസിങ് റിട്ടേൺ നമ്മുടെ പോർട്ട്ഫോളിയോ വളരെ വിജയകരമായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേസമയത്ത് മറ്റൊരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. വോഡാഫോൺ ഐഡിയ. ഇവിടെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈ ഒരു സ്റ്റോക്ക് ചെറിയൊരു പ്രൈസിൽ തുടങ്ങി 204 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 13 രൂപയ്ക്കാണ്. അപ്പോൾ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇങ്ങനെ ഒരു സ്റ്റോക്ക് ഇങ്ങോട്ട് താഴോട്ട് വരുന്ന സമയത്ത്, അപ്പം ഇത് താഴോട്ട് പോരുന്ന സമയത്ത് നമുക്ക് ഇത് ഏതാണ് ടൈം? 2015 കാലഘട്ടത്തിലാണ്. 2015 കഴിഞ്ഞിട്ട് 2016, 17, 18, 19, 20, 21, 22. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് വീക്കായി, അത് ഫണ്ടമെൻ്റലി ആ സ്റ്റോക്ക് സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റോക്ക് താഴോട്ട് പോന്നു. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകാതെ തന്നെ, അവിടെ മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടാകാതെ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് താഴോട്ട് വരുന്ന സമയത്ത് ഒരു കൂടുതലായിട്ട് വീഴുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തേണ്ട ഇമ്പോർട്ടൻസ് ഇവിടെ കാണാൻ സാധിക്കും. അതല്ല, മാർക്കറ്റ് താഴോട്ട് പോരുന്നുണ്ട്, നമ്മുടെ ഫേവറേറ്റ് സ്റ്റോക്കാണ് വോഡാഫോൺ ഐഡിയ, നമ്മളെല്ലാവരും ഐഡിയയുടെ സിം ഉപയോഗിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് ഇത് മുകളിലേക്ക് കയറും എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ക്യാപിറ്റൽ തന്നെ ഇല്ലാതാക്കി കളഞ്ഞേനെ. നമുക്കതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെ എക്സാമ്പിൾ കാണാൻ സാധിക്കും. വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പെന്നി സ്റ്റോക്കിലൊക്കെ എൻട്രി എടുക്കുന്ന സമയത്ത്. ഈ ഒരു സ്റ്റോക്ക് 400 എന്ന റീജിയനിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് വളരെ 5-ലും 10-ലും ഒക്കെ ആയിപ്പോയി. ഇപ്പോൾ കറൻ്റ് 24-ലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഒരിക്കലും ഇത് 2018 കാലയളവാണ്, 2019 കൊറോണയുടെ ക്രാഷിന് മുമ്പ് തന്നെ ഇത് വീണിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം? സ്റ്റോക്ക് വീക്ക് ആവുന്നതനുസരിച്ച്, അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റോക്കിനെ നമ്മൾ ഒരു പതിരി കൂടുതൽ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോങ് ടൈമിൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നല്ല രീതിയിൽ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോക്ക് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം അത് പ്രോഫിറ്റബിൾ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെക്ഷൻ തന്നെ ബിഗിനേഴ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബിഗിനേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നല്ലൊരു വീഡിയോ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയി കണ്ട് മനസ്സിലാക്കാം. അതല്ല, മറ്റ് ബുക്സും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി പഠിച്ചതിന് ശേഷം വന്ന് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റാണ് ഡൗൺഫാൾ ഹാൻഡിൽ ചെയ്യണം. നിഫ്റ്റിയുടെ ഡൗൺഫാൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മുറുക്കി പിടിക്കണം. അത് മുറുക്കി പിടിക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ടോ ആ ഒരു സ്റ്റോക്കിൽ എന്ന് കണ്ടെത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ല, നിഫ്റ്റിയിൽ കറക്ഷനൊന്നും ഉണ്ടാകാതെ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് താഴോട്ട് പോരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എൻട്രി ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും ആവറേജ് ചെയ്യുക. അപ്പോൾ ആവറേജ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തമായ കാരണങ്ങളുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. എക്സ്ട്രീം പേഷ്യൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മറ്റൊരു സ്റ്റോക്ക് എടുക്കാം. ലാർസൻ ആൻഡ് ടെർബോ. ഈ ഒരു സ്റ്റോക്ക് കാണുക, എന്ത് മനോഹരമായിട്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്തത്. അപ്പോൾ സ്റ്റോക്ക് മൂവ് ചെയ്തത് എവിടെ നിന്നാണ്? ഈ ഒരു റീജിയണിൽ നിന്ന്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് ഏകദേശം പതിയെ മൂവ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്കിൽ എക്സ്ട്രീം പേഷ്യൻസോട് കൂടി നിന്ന ആൾക്കാർക്കാണ് ഈ ഒരു അമേസിങ് മൂവ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റോക്കാണെങ്കിലും അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ചിലപ്പോൾ ഈ മൂവ് ചെയ്യുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാലയളവിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള സ്റ്റോക്കിൽ നമ്മൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം പറയാൻ കാരണം എന്താണ്? ആ ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നത് ഏതൊരു ഡ്യൂറേഷനിലാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല.
ചിലപ്പോൾ ഈ കുറേ നാൾ ഒരു സ്റ്റോക്ക് ഒരു ലെവലിൽ കിടന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ആ ഒരു സോണിന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്തായിരിക്കും അത്രയും നാൾ മൂവ്മെൻറ്റ് കിട്ടാത്ത ആ ഒരു സ്റ്റോക്ക് അതിമനോഹരമായിട്ട് മൂവ്മെൻറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കിവിടെ SPയുടെ എക്സാമ്പിൾ ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു സ്റ്റോക്കും ഇതിന് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഈ ഒരു 300 എന്ന റീജിയന് താഴെ ഈ ഒരു സോണിൽ കിടന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്യുവാണ്. ആ ഒരു സോണിന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് അതിമനോഹരമായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഹൈയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് വന്ന് ഇങ്ങനെ വർഷങ്ങളോളം അവർ ഹോൾഡ് ചെയ്തിട്ടും അവർക്ക് പ്രോഫിറ്റ് കിട്ടാതെ എക്സിറ്റ് ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് പേര്. അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആയവരുണ്ടാവും ഒരുപാട് പേര്. പക്ഷേ ആക്ച്വലി അത് എക്സ്ട്രീം പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്തവർക്കാണ് ഇങ്ങനെയുള്ള നല്ല റിട്ടേൺസ് കിട്ടിയിരിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുകൂട്ടുള്ള വീഡിയോസ് ഇനിയും കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇനി മൂന്നാമത്തെ പോയിൻ്റാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? എക്സ്ട്രീം പേഷ്യൻസ് ഉണ്ടായിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ. ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ അല്ല, ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ ഉള്ള കഥ വേറെയാണ്. ഞാനിവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് വേറെ ഗോൾഡിലാണെങ്കിലും ETF-ലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും. ഓക്കെ, അല്ലാതെ ഇന്നിട്ട് നാളെ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ പ്രോഫിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് എക്സിറ്റായി മാറാനാണ് സാധ്യതകൾ. ഓക്കെ, ഇനി വെയിറ്റ് ഫോർ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. എന്താണ് റൈറ്റ് ഓപ്പർച്യൂണിറ്റി? ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് അതിൻ്റെ മോശമായ ടൈമിൽ എൻട്രി എടുക്കണം. ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് അതിൻ്റെ മോശമായ ടൈമിൽ. അതിൻ്റെ മോശമായ ടൈം ഏതാണ്? ഈ ഒരു SPA എന്ന സ്റ്റോക്ക് ഇപ്പോൾ കറൻറ്റ്ലി ട്രേഡ് ചെയ്യുന്നത് ഹൈയോട് ചേർന്ന് തന്നെയാണ്. 800 793 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്ത് 746 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്തു. അപ്പം ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരുപക്ഷെ മുകളിലേക്ക് തന്നെ പോകാം, അല്ലെങ്കിൽ ആ ഒരു റീജിയനിലൊന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു കറക്ഷനൊക്കെ ഉണ്ടായി വീണ്ടും അവിടെ നിന്ന് മുകളിലേക്ക് പോകും. അല്ലെങ്കിൽ മൂന്നാമത്തെ സിനാരിയോ ഏതാണ്? അത് അവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് ഒരു പരിധി കൂടുതൽ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് പേഷ്യൻസോട് കൂടി ചെറിയ എൻട്രീസ് എടുക്കുക. അപ്പോൾ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഈ ഒരു റീജിയനിൽ നമ്മൾ കറൻറ്റ്ലി ഒരു ചെറിയ എൻട്രിയാണ് എടുക്കുന്നതെങ്കിൽ അത് മുകളിലേക്ക് പോകണമെങ്കിൽ ഓക്കെ. അതല്ല താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും നല്ല ലെവൽസിൽ നല്ല സപ്പോർട്ട് റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് കുറച്ച് എമൗണ്ടും കൂടെ ആഡ് ചെയ്ത് നല്ലൊരു വാല്യുവേഷനിൽ ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്. അതിനാണ് വാല്യൂ ബൈയിങ് എന്ന് പറയുന്നത്. നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വിലക്കുറവിൽ വാങ്ങി വെക്കണം. എന്നാലാണ് ആ വിലക്കുറവിലുള്ള സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അമേസിങ് റിട്ടേൺ കിട്ടത്തുള്ളൂ. കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞ് ഒരിക്കലും വിലക്കുറവിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനം വിലക്കുറവിൽ വാങ്ങി വെക്കരുത്. അത് തീർത്ത് കളയും. വോഡാഫോണും യെസ് ബാങ്കിൻ്റെ ഒക്കെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു. വില കുറഞ്ഞു 400 പോയ സ്റ്റോക്കാണ് ഇപ്പോൾ 20 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കരുത്. അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യണം, ക്വാർട്ടർലി റിസൾട്ട് ചെക്ക് ചെയ്യണം, അതിൻ്റെ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതാണോ നോക്കണം, അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റാണ് വെയിറ്റ് ഫോർ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ഇനി നാലാമത്തെ പോയിന്റ്, നമ്മൾ ഡീപ്പ് നോളജ് ഉണ്ടായിരിക്കണം നമ്മൾ എടുക്കുന്ന സോണിനെ കുറിച്ച്. നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നോളജ് ഉണ്ടായിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ ETF-നെ കുറിച്ചും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും. പക്ഷേ നമുക്ക് ഒരു പർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് തന്നെ അലഗ് സെക്ടറുണ്ട്, സെപ്പറേറ്റ് സെക്ടറുണ്ട്. ഫാർമ സെക്ടർ, ഓട്ടോ സെക്ടർ, അങ്ങനെ പല സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സെക്ടർ എടുക്കുകയാണെങ്കിൽ ആ ഒരു സെക്ടറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ ആ ഒരു സെക്ടറാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വെയിറ്റേജ് ആഡ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? നമുക്കതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അപ്ഡേഷൻ വളരെ സിമ്പിളാണ്. കാരണം അതിനെക്കുറിച്ച് ഓൾറെഡി ബേസിക്കലി ഒരു നോളജ് ഉണ്ട്. അതുമല്ല അതിൻ്റെ അകത്ത് വരുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് നമുക്കൊരു പർട്ടിക്കുലർ സെക്ടറിനെ കുറിച്ച് അറിയാമെങ്കിൽ ആ ഒരു സെക്ടറിൽ കൂടുതലായിട്ട് നമ്മൾ വെയിറ്റേജ് ആഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി നമ്മുടെ അഞ്ചാമത്തെ പോയിൻ്റാണ് നമ്മൾ വർക്ക് ഓൺ സിമ്പിൾ തിങ്സ് ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു എക്സാം ഹാളിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മൾ നോർമലായിട്ട് ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. ലാസ്റ്റ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ടൈം കിട്ടാതെ വരും. കൃത്യമായ ഒരു ലേഔട്ടിൽ നമുക്ക് അതൊന്നും എഴുതാനോ ഒന്നും പറ്റാതെ വരും. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾക്ക് നമുക്ക് സ്വന്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കംഫോർട്ടായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്.
ഇപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് തന്നെ വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, ചെറിയ ചെറിയ SIPs സ്റ്റാർട്ട് ചെയ്യാം, ETF ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം, ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം, ലാർജ് ക്യാപ്പ് കമ്പനികളിൽ പതിയെ പതിയെ എൻട്രീസ് എടുക്കാം. അപ്പോൾ എന്താണ്, മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നമുക്ക് പതുക്കെ പതുക്കെ മാർക്കറ്റിനെ കുറിച്ച് ഒരു ഐഡിയ ആവും. അപ്പം ആദ്യമേ വർക്ക് ഓൺ സിമ്പിൾ തിങ്സ് ഫസ്റ്റ്, അതിനുശേഷമാണ്. ഇപ്പോൾ ചിലവരൊക്കെ മാർക്കറ്റിലേക്ക് വന്നിട്ട് നമ്മുടെ കൂട്ടുകാരൻ ഇതേ പറയുന്നു, എടാ ഇന്ന് 500 രൂപ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക്, അടുത്തയാളും വരുന്നു, അവന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിൽ ഒരു ബൈ ചെയ്യാനുള്ളൊരു ഓർഡർ പോലും എക്സിക്യൂട്ട് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. പക്ഷേ പുള്ളിക്കാരൻ ചെയ്യുന്നത് സ്കാൽപ്പിംഗ് ആയിരിക്കും, ഓപ്ഷനിൽ സ്കാൽപ്പിങ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെക്ഷനിൽ പോയി ക്യാൻഡിൽ സ്റ്റിക്ക് ഇട്ട് അതിൻ്റെ അകത്തായിരിക്കും ട്രേഡ്സ് എടുക്കുന്നത്. അപ്പം എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 5ാമത്തെ പോയിന്റ് പറഞ്ഞു, വർക്ക് ഓൺ സിമ്പിൾ തിങ്സ് ഫസ്റ്റ്. ഇനി നമ്മുടെ 6ാമത്തെ പോയിൻ്റാണ് കൺഫർമേഷൻ ബയാസിസ്. കൺഫർമേഷൻ ബയാസിസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഓൾറെഡി ഞാൻ വൈകുന്നേരം പഠിക്കാനാണ് എനിക്കിഷ്ടം, കുറച്ച് പേർക്ക് രാവിലെ പഠിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു 10 പേരോട് ചോദിക്കുവാണ്, രാവിലെ പഠിക്കുന്നതാണോ നല്ലത് വൈകുന്നേരം പഠിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 പേര് ചിലപ്പോൾ രാവിലെ പഠിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു, 2 പേര് പറയുന്നു വൈകുന്നേരം പഠിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ ഞാൻ ആ 2 പേരുടെ കൂട്ടത്തിലാണ് പോകാനൊരു ചാൻസ്. കാരണം എന്താണ്, ഓൾറെഡി ഞാൻ ആ 2 പേരുടെ കൂട്ടത്തിലാണ്, എനിക്ക് വൈകുന്നേരം പഠിക്കുന്നതാണ് ഇഷ്ടം. അപ്പം എന്താണ്, നമ്മൾ ആ കൺഫർമേഷൻ ബയാസിസിലെ ആ ഒരു അവരുടെ കൂട്ടത്തിൽ പോകും. കാരണം ഓൾറെഡി ഞാനത് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്, എനിക്ക് വൈകുന്നേരമാണ് സിമ്പിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണ്, നമ്മൾ നല്ല കാര്യങ്ങൾ ഒന്ന് പുറത്തേട്ട് ഇറങ്ങി അകത്ത് കയറി ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻഡിവിജ്വൽ സ്ട്രാറ്റജി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ P&L ചെക്ക് ചെയ്ത് വെക്കുക. നമ്മളൊരു 6 മാസം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അതൊന്ന് പുറത്തേട്ട് വന്നിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, മാർക്കറ്റിലൊന്ന് പിടിച്ചു വെക്കാൻ നോക്കുക. അതിനുശേഷം പതിയെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക, കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാൻ നോക്കുക. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഓവർ കോൺഫിഡൻസ് ഉണ്ടാകരുത്, ഒരു കാര്യത്തിലും ഓവർ കോൺഫിഡൻസ് ഉണ്ടാകരുത്. അതായത് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. നിഫ്റ്റിയുടെ ചാർട്ട്, വൺ ഇയറിൽ കഴിഞ്ഞ ഒരു വർഷം നിഫ്റ്റി ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുവാണ്, സിപ്ല ക്ലിയർ ആയിട്ട് മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി 2ാമത്തെ കാര്യം, അടുത്ത മറ്റൊരു സ്റ്റോക്ക് നോക്കാം, ടാറ്റ മോട്ടോഴ്സ്. ഞാൻ ഒരുപാട് സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ എടുത്ത് കാണിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് അപ്പ് സൈഡിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതൊരു പ്രൈസ് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും അയാൾ പ്രോഫിറ്റിലാണ് മാക്സിമം എക്സിറ്റ് ആവുള്ളൂ ഒരു വർഷത്തിൽ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഓൾറെഡി നിഫ്റ്റി എന്ന ഇൻഡെക്സ് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിഫ്റ്റി എന്ന ഇൻഡെക്സ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ബാക്കിയുള്ള സ്റ്റോക്സും ഏകദേശം അതേ രീതിയിലുള്ള ചാർട്ട് പാറ്റേൺസ് ഉണ്ടാക്കി മുകളിലേക്ക് തന്നെ പോകും. അപ്പോൾ പുതിയതായിട്ടൊരു മാർക്കറ്റിലേക്ക് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ വന്ന ആളാണെങ്കിൽ ആദ്യമേ ഒരു 5000 രൂപയ്ക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അയ്യടാ എനിക്ക് പ്രോഫിറ്റായി, ഓക്കെ, അപ്പോൾ ഇത് കൊള്ളാലോ, അടിപൊളിയാണ്. അപ്പോൾ അവർ വീണ്ടും ഒരു 5000 എന്നുള്ളടത്ത് നേരെ 10,000 അടുത്ത് എൻട്രി എടുക്കും. അമ്പടാ, അടുത്ത കൂട്ടുകാരന്മാരോടും പറയും, സ്റ്റോക്ക് മാർക്കറ്റ് അടിപൊളിയാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പാടുമില്ല, ഞാൻ പഠിച്ചു. പിന്നെ നേരെ 50,000 പോകുന്നത്. അതുമല്ല, ആ ഒരു 50,000 രൂപ മാർജിൻ കൂടെ എടുത്തിട്ടായിരിക്കും വരുന്നത്, കയ്യിലില്ലാത്ത പൈസയും കൂടെ എടുത്തിട്ടായിരിക്കും ആ മാർജിനോട് കൂടി വരുന്നത്. അവിടെയാണ് നമുക്ക് ലോസ് സംഭവിക്കാൻ തുടങ്ങുന്നത്. കാരണം അത്രയും വലിയൊരു എമൗണ്ട് മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ പൊട്ടൻഷ്യലോ ഒരു മെൻ്റലി പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടാകുന്ന ആളായിരിക്കില്ല. അതുമല്ല, മാർക്കറ്റിൻ്റെ റിവേഴ്സൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇതുവരെ ഒരു പരിചയമില്ല. മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയത്തില്ല. മാർക്കറ്റ് താഴോട്ട് ഡൗൺ ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന അദ്ദേഹത്തിന് അറിയത്തില്ല. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡിലുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് അദ്ദേഹം എൻട്രി എടുത്ത് പഠിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മാക്സിമം എഫോർട്ട് ഇട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവർ കോൺഫിഡൻസ് ഉണ്ടാകരുത്, 7ാമത്തെ പോയിന്റ്. ഇനി നമ്മുടെ 8ാമത്തെ പോയിൻ്റാണ് നെവർ ഫോളോ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ന്യൂസസ്. ഗ്രൂപ്പും ന്യൂസസും ഒക്കെ ഫോളോ ചെയ്യാം, പക്ഷേ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസിഷൻ ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറയുവാണ്, ടാറ്റ മോട്ടോഴ്സ് അടിപൊളിയാണ്, അല്ലെങ്കിൽ HDFC ബാങ്ക് അടിപൊളിയാണ്. അപ്പം അവർ പറയുന്നത് ഈ ഒരു റീജിയനിലായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഇത് മൂവ് ചെയ്യുന്നില്ല, കുറച്ച് താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അയാൾക്ക് ഡൗട്ടാകും, അയ്യോ ടാറ്റ മോട്ടോഴ്സ് എടുക്കണ്ടായിരുന്നു, അവൻ പറഞ്ഞിട്ട് എടുത്ത്. അപ്പം അങ്ങനെ ഒരിക്കലും വരരുത്. ടാറ്റ മോട്ടോഴ്സിന് നമുക്ക് വിശ്വാസമുള്ള, നമുക്ക് ചുറ്റുമുള്ള വലിയ കമ്പനികളിൽ സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്താണ്, മാർക്കറ്റ് കുറച്ച് നാളിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയും നല്ല കമ്പനിയാണ്, ഒരു വിഷയമില്ല,
ഫ്യൂച്ചറിൽ ഇത് പ്രോഫിറ്റ് തന്നേ പറ്റുള്ളൂ. ആ ഒരു കോൺഫിഡൻസിൽ നിലനിൽക്കും. എങ്കിൽ മാത്രമേ ഈ ഒരു റിട്ടേൺ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ റിട്ടേൺ കിട്ടത്തില്ല. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പരിധിയിൽ കൂടുതൽ ന്യൂസ് ചാനൽസും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജെന്യുവിൻ ആയിട്ടുള്ള ചാനൽസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, ജെന്യുവിൻ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആദ്യമേ പേപ്പർ ട്രേഡ് ചെയ്യുക, പേപ്പർ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. അതിനുശേഷം പതിയെ ചെറിയ ക്യാപിറ്റലോട് കൂടി മാർക്കറ്റിലേക്ക് വരിക. കുറേ നാളുകൾ കഴിയുമ്പോഴാണ് പതുക്കെ കൂടുതലായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ആദ്യം തന്നെ നോ യുവർ വീക്ക്നെസ്. ഒരിക്കലും കൂടുതൽ ഇൻ്റലിജൻ്റ് അല്ലെങ്കിലും സ്റ്റുപ്പിഡ് അല്ലാതിരിക്കുക. ഇൻ്റലിജൻ്റ് അല്ലെങ്കിലും സ്റ്റുപ്പിഡ് അല്ലാതിരിക്കുക. കാരണം എന്താണ്, നമ്മൾ ചിലവരുടെ കാര്യം എന്താണ്, ഇത്രയും നല്ല ലാർജ് ക്യാപ് കമ്പനീസൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മിഡ് ക്യാപ് കമ്പനീസ് ഉണ്ട്, എങ്കിലും ഒരു ദിവസം 10%, 5% വെച്ച് മൂവ് ചെയ്യുന്ന അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും അടിക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ ആയിരിക്കും കൂടുതലും ഇഷ്ടം. അതിനൊരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ബ്രൈറ്റ്കോം ഗ്രൂപ്പ് സ്റ്റോക്ക് മൂവ് ചെയ്തു, പക്ഷേ അപ്പർ സർക്യൂട്ട് അടിച്ച് മുകളിലേക്ക് പോവാണ്. അങ്ങനെയുള്ള സ്റ്റോക്കിൽ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ അച്ചീവ് ചെയ്തവരുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റോക്ക് താഴോട്ട് പോരാൻ തുടങ്ങിയപ്പം 120 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ കറൻറ്റ്ലി അത് എത്രയാണ്, 20-14 ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷൻ വളരെ സ്പീഡിൽ മാർക്കറ്റ് റിവേഴ്സ് ആയതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടി പോയി കഴിയുമ്പോൾ നമ്മൾ വളരെ സ്റ്റുപ്പിഡായി പോകും. അപ്പോൾ കൂടുതൽ സ്റ്റുപ്പിഡ് ആകാതെ, കൂടുതൽ ഇൻ്റലിജൻ്റ് അല്ലെങ്കിലും സ്റ്റുപ്പിഡ് അല്ലാതെയുള്ള രീതിയിലുള്ള മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുക. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ 9ാമത്തെ പോയിന്റ്. ഒരു ചെറിയ രീതിയിൽ ഒരു ആവറേജിൽ ഒന്ന് മാർക്കറ്റിലൊന്ന് കാലൊന്ന് ഉറപ്പിച്ച് നിൽക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായതിനു ശേഷം മാത്രം പതിയെ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുക. ക്യാപിറ്റൽ ആഡ് ചെയ്യുന്ന കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. ഇനി നമ്മുടെ 10ാമത്തെ പോയിന്റാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മളെപ്പോഴും ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു വണ്ടി നമ്മൾ ഹൈവേ കൂടെ ഓടിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ചില സമയത്ത് സൈൻ ബോർഡുകൾ കാണാൻ സാധിക്കും. മാക്സിമം സ്പീഡ് 100 കിലോമീറ്റർ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മളൊരു 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മാർജിൻ എത്രയുണ്ട്? 40 കിലോമീറ്റർ പിന്നെയുണ്ട്. അത് നേരെ 70ലേക്കും 80ലേക്കും പോയി കഴിഞ്ഞാൽ മാർജിൻ കുറഞ്ഞ് 20 കിലോമീറ്റർ മാർജിനുള്ളൂ. വളരെ സേഫ്റ്റി കൂട്ടേണ്ട കാര്യമുണ്ട്. അത് നേരെ 90ലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 10 കിലോമീറ്റർ മാർജിനുള്ളൂ. വളരെ കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെയാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. നമ്മുടെ ടോട്ടൽ സാലറിയുടെ ഫുള്ളായിട്ടുള്ള എമൗണ്ട് ആദ്യം തന്നെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ്, ഈ 2 കാര്യങ്ങളും 100% ടേം ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് രണ്ടും എടുത്തതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. അതുമല്ല, നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ടോട്ടൽ സാലറിയുടെ കുറച്ച് എമൗണ്ട് ബാക്കിയുള്ള പ്ലോട്ടിലേക്കും ഗോൾഡിലേക്കും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റോക്കിലും ETF-ലും ഗവൺമെൻറ് ബോൺസിലും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെറിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക. ട്രേഡ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു ചെറിയ എമൗണ്ട് മാത്രം യൂസ് ചെയ്യുക. ആ ഒരു ക്യാപിറ്റൽ വെച്ച് ആ ഒരു ട്രേഡിംഗ് സ്റ്റൈലിലൂടെ ഒരു ഇൻഡിവിജ്വൽ നിങ്ങൾ പഠിച്ച സ്ട്രാറ്റജിയിലൂടെ നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കുക. അതുപോലെ തന്നെ F&O അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെക്ഷനിലേക്ക് നല്ല നോളജും നല്ല ടൈമും ഇല്ലാതെ, കൃത്യമായ നോളജും ഇല്ലാതെ ഒരിക്കലും പോകാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ എമർജൻസി ഫണ്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് നമുക്ക് മാർജിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ 5000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 5x അല്ലെങ്കിൽ 10x 50,000 ആണെങ്കിലും നമുക്ക് ഇൻട്രാഡേ എൻട്രീസ് ഒക്കെ എടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള എൻട്രീസും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുക, നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകാതിരിക്കുന്നിടം വരെ. അപ്പം ഞാൻ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു തരാൻ നോക്കുന്നുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഇൻഫർമേഷനിൽ എനിക്കറിയാവുന്ന 10 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വാല്യുബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് സർവൈവ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പേഷ്യൻസ് വേണം, എക്സ്ട്രീം പേഷ്യൻസ് വേണം. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരിക്കലും ഒരു സിംഗിൾ സ്റ്റോക്ക് ബ്രോക്കറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അതിനുവേണ്ടി നല്ല മാർക്കറ്റിൽ ഏറ്റവും മികച്ച ആക്റ്റീവ് ലൈൻസോട് കൂടി മുമ്പോട്ട് പോകുന്ന 2-3 ബ്രോക്കേഴ്സ് ഉപയോഗിക്കുക. ഞാൻ പേഴ്സണലി സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ, ഈ 3 ബ്രോക്കേഴ്സും ഒപ്പം ഗ്രോയിങ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രോ കുറവാണ്. കൂടുതലായിട്ടും അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് കുറച്ച് വീക്ക് ആയതുകൊണ്ടാണ് ഗ്രോയിലേക്ക് പോകുന്നത്. ബാക്കി ഈ 3 ബ്രോക്കേഴ്സും തീർച്ചയായിട്ടും നല്ല ടെക്നിക്കൽ അനാലിസിസ്, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസാണ്. ഇക്വിറ്റി,
ഡെലിവറി, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം 0 ബ്രോക്കറേജ്, നല്ല ഡിസ്കൗണ്ട് ബുക്കിംഗ് ഫെസിലിറ്റി തരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും, അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ മാക്സിമം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ 100% ജെനുവിനായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നോക്കുന്നത്. അപ്പം വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ്. കാരണം എന്താണ്, എപ്പോഴും ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ആൾക്കാരും അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതേ സമയത്ത് നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ അവർ പെട്ടെന്ന് അതിനെ അട്രാക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്തേട്ട് വരുന്നതായിട്ട് നമ്മൾ കാണാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടെൻഡൻസി നമ്മൾ കാണുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതായി, ഞാൻ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ടുള്ള ETF നല്ലൊരു കാര്യമാണ്. നല്ലൊരു ബാസ്ക്കറ്റ്, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു എക്സാക്ട് കോപ്പി പോലുള്ള ഒരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് ആണ് ETF എന്ന് പറയുന്നത്, ഓരോ ETFും. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ ഒരു ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും നല്ല ഒരു വെൽത്ത് ക്രിയേഷൻ്റെയും ആശംസകൾ നേരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.